പൂപറിക്കാൻ പോരുമോ വ്യത്യസ്ത പ്രചരണം പരിപാടിയുമായി ഡിവൈഎഫ്ഐ അഡോട്ട് യൂണിറ്റ് അഡോട്ടോണം 2K26 ഓണാഘോഷത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. Your life, your moments. Sultan Diamonds and Gold. Treasure the golden moments of your life. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമക വേണം കുന്നത്തെ കാവിൽ നിന്നും തേവരതാടി എഴുന്നള്ളുന്നി ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ. കുട്ടിക്കാലത്തെ ഓണക്കാലം ഓർമ്മയില്ലേ? തൊടികളും പറമ്പുകളും താണ്ടി കൂട്ടുകാരോടൊപ്പം പൂപറിക്കാൻ നടന്ന ആ മനോഹര നിമിഷങ്ങളെ, ആ പഴയകാല ഓർമ്മകളെ ഒന്ന് പുനഃസൃഷ്ടിച്ച് ഡിവൈഎഫ്ഐ അഡോട്ട് യൂണിറ്റ് അഡോട്ടോണം 2K26 ഓണാഘോഷത്തിന്റെ പ്രചരണത്തിനാണ് വ്യത്യസ്തമായ പരിപാടി നടത്തിയത്. പ്രദേശത്തെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 35ഓളം ആളുകൾ കൂടിച്ചേർന്ന് നാട്ടിലെ തൊടികളിലും പറമ്പുകളിലുമെത്തി നാടൻ പൂക്കൾ ശേഖരിച്ചുകൊണ്ടാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. കുട്ടികളും അമ്മമാരും യുവാക്കളും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മമാരെങ്ങനെയാണ് പൂർവ്വകാലത്ത് പൂക്കൾ പറിക്കുന്നതും പൂക്കളമൊരുക്കുന്നതുമെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ശേഖരിച്ച പൂക്കൾ ഉപയോഗിച്ചായിരിക്കും അഡോട്ട വീടുകളിൽ പൂക്കളമൊരുക്കുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പ്രചരണത്തിന്റെ ഭാഗമായി. സംഘാടക സമിതി ഭാരവാഹികളായ KP അജയൻ, KV കൃഷ്ണകുമാർ, K സജിത് കുമാർ, P അഭിലാഷ്, C സുജേഷ്, K രജിത, KV ഉഷിത, നിഖിൽ പ്രസാദ്, K ജയൻ, K ജിതിൻ, സജീഷ് കുമാർ P, അജയൻ M, പ്രവീൺ മഹേഷ് അഡോട്ട് എന്നിവർ നേതൃത്വം നൽകി. അഡോട്ട് യൂണിറ്റിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഓണാഘോഷം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നല്ലൊരു സംഘാടക സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൽ പുതുമയാർന്ന ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റി നിലയിൽ നല്ല ആശയം കൊണ്ടുവന്നു. നമുക്ക് പഴയ കാലത്തുള്ള ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പൂക്കൾ പറിച്ചും വയലുകളിലെ പൂക്കൾ പറിച്ചും തുമ്പപ്പൂ അതുപോലുള്ള ചെക്കിപ്പൂ അങ്ങനെയുള്ള പൂക്കൾ പറിച്ച് ശേഖരിച്ചു കൊണ്ടുള്ള പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളടക്കം പഴയ കാലങ്ങളിൽ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ലൊരു ആശയം നമുക്ക് ഡിവൈഎഫ്ഐക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.